ഈ ഗവൺമെന്റിന്റെ കൊള്ളയും കൊള്ളിവെപ്പും തിട്ടൂരവും ഒരു ഫാമിലി മാത്രം കോടീശ്വരരായിട്ട് മാറുന്നു. കേരളം മുഴുവൻ സാമ്പത്തികമായി തകരുന്നു. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, പിണറായി വിജയനെ മാറ്റാതെ മകളുടെയും മരുമകന്റെയും അങ്ങനെയുള്ള ആളുകളുടെയും അനിയന്ത്രിതമായ പുറകിൽ നിന്നുള്ള ഇടപെടൽ മാറാതെ അഭിനവ ചന്ദൻ ബസുമാരെ മാറ്റാതെ നിങ്ങൾ കേരളത്തിൽ ഇനി രക്ഷപ്പെടില്ല. അടിമുടി CPM വോട്ട് ബാങ്ക് ഒന്നാകെ ഒലിച്ച് BJP ആയി മാറുകയാണ്. അത് തിരിച്ചു വരുമെന്നാണോ? അടിമുടി തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് അവർ വിലയിരുത്തിയത്രേ, മേയർ ഉൾപ്പെടെയുള്ളവരുടെ അഹങ്കാരവും അഹന്തയും കൊണ്ട് ഈ കോർപ്പറേഷൻ കൂടി BJP കൊണ്ടുപോകുമെന്ന് അവർ വിലയിരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം എഴുതി വെച്ചോ, CPM എന്ന് പറയുന്ന പാർട്ടി അലിഞ്ഞലിഞ്ഞ് BJP ആയിട്ട് മാറുമ്പോൾ, BJP CPM സ്പേസ് കടമെടുക്കുമ്പോൾ വളരെ മതേതരത്വ കേരളം വളരെ ജാഗ്രതയോടുകൂടി നീങ്ങേണ്ട സന്ദർഭം ഇതാണ്. നിങ്ങൾക്കറിയോ, PSC-കാരനെയും സാധാരണക്കാരനെയും SC/ST-കാരൻ്റെയും വേദനകൾ കണ്ടിട്ട് ഒരു വാക്ക് പോലും തിരിച്ചു മിണ്ടാത്ത MLA-മാർ തോറ്റിരിക്കും. മാസപ്പടിയും അങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നിട്ട് AI ക്യാമറ അമ്മായിയപ്പന്മാർ കൊണ്ടുപോകുമ്പോൾ അല്ല സാർ അത് ചെയ്യല്ലേ എന്ന് പറയാൻ നട്ടലില്ലാത്ത സകലവരും അടുത്ത തെരഞ്ഞെടുപ്പിൽ തോറ്റിരിക്കും. നമസ്കാരം. കേരളത്തിൽ CPM എന്ന പാർട്ടി അധികാരത്തിൽ വന്നതുകൊണ്ട് ഒരു കുടുംബം മാത്രമാണ് കോടീശ്വരന്മാരായി അഭിവൃദ്ധി പ്രാപിച്ചത്. ആ കുടുംബത്തോടൊപ്പം ചേർന്ന് നിന്ന ചില ആളുകൾക്ക് ഇറച്ചിക്കടയുടെ മുൻപിൽ നോക്കി നിൽക്കുന്ന പട്ടികൾക്ക് ചില എല്ലിൻ കഷ്ണങ്ങൾ കട ഉടമ എറിഞ്ഞു കൊടുക്കുന്നത് പോലെ ചില ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുകൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് എൻ്റെ വാക്കുകളല്ല, BRM ഷഫീർ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ വാക്കുകളാണ്. ഇദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് പിണറായി വിജയനെയും CPM-നെയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. ഒരു പാർട്ടി അധികാരത്തിൽ വന്നതിൻ്റെ ഏക ഗുണം ഒരു കുടുംബത്തിന് മാത്രമാണ് എന്ന് പറയുമ്പോൾ AI ക്യാമറ അതുപോലെ K-ഫോൺ മുതലായ പദ്ധതികൾ മുഴുവൻ അമ്മായിയപ്പന്മാർക്ക് വീതിച്ചു കൊടുക്കുന്ന ചില കാഴ്ചകൾ. കേരളത്തിൽ സർക്കാർ തലത്തിൽ എന്ത് പദ്ധതികൾ ഉണ്ടായാലും അതൊരു കുടുംബത്തെ ചുറ്റിപ്പറ്റി മാത്രം പോകുന്നു. അല്ലെങ്കിൽ അതിൻ്റെ ഗുണപരമായ നേട്ടം, ധനപരമായ നേട്ടം ഒരു കുടുംബത്തിന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾക്ക് മാത്രം ഉണ്ടാകുന്നൊരവസ്ഥയിലേക്ക് കേരളത്തിലെ CPM-നെ അധപ്പതിപ്പിച്ചു പിണറായി വിജയൻ എന്നാണ് BRM ഷഫീർ എടുത്തു പറഞ്ഞത്. ഈ പാർട്ടി രൂപം കൊണ്ടു എന്ന് പറയുന്ന ചില ഇടങ്ങളുണ്ട്. അതായത് കണ്ണൂരിൽ, ഒഞ്ചിയത്തും ആലപ്പുഴയിലുമെല്ലാം ഇന്ന് ഈ പാർട്ടിയുടെ അവസ്ഥ എന്താണ് എന്ന് തന്നെയാണ് ജനം മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പാർട്ടി ഇപ്പോൾ ധനസമ്പാദനത്തിന് മാത്രമുള്ള ഒരു ഉപാധിയായി മാറിയിരിക്കുന്നു. ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് പോലെയാണ് ഇപ്പോൾ CPM-ലേക്ക് ആളുകൾ ചേരുന്നത് എന്നാണ് ഭംഗിനരേണ BRM ഷഫീർ പറയാതെ പറഞ്ഞു വെച്ചത്. അതായത് കോടീശ്വരന്മാർ ആകാനുള്ള ഏക മാർഗം ഇപ്പോൾ CPM-ൽ ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എന്നാണ് ഇപ്പോഴുള്ള പല ചെറുപ്പക്കാരും മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാണ് BRM ഷഫീർ പറഞ്ഞത്. എന്നാൽ ഒരു പരിണാമ സിദ്ധാന്തം ഇവിടെ നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ മെഴുകുതിരി ഉരുകി മെഴുകായി തീരുന്നത് പോലെ വീണ്ടും ഉരുകിത്തീരുന്ന മെഴുക് മറ്റൊരു മോൾഡിലൂടെ പുറത്തു വരുമ്പോൾ മറ്റൊരു രൂപമായി രൂപാന്തരം പ്രാപിക്കുന്നു. ഇതുപോലെയാണ് CPM-ന്റെ വോട്ട് ബാങ്കുകൾ ഉരുകി ഒലിച്ച് BJP-യുടെ വോട്ടുകളായി മാറുന്നു എന്നാണ് BRM ഷഫീർ പറഞ്ഞത്. മെഴുകുരുക്കി മറ്റൊരു മോൾഡിൽ ഒഴിച്ച് ശില്പങ്ങളാക്കി മാറ്റുന്നത് പോലെയാണ് ഇപ്പോൾ CPM-ന്റെ വോട്ട് ബാങ്കുകൾ ഉരുകി BJP-യുടെ വോട്ടുകളായി തീരുന്നു. ഇത് എന്ത് തരത്തിലുള്ളൊരു ഇന്ദ്രജാലമാണ് എന്നാണ് BRM ഷഫീർ CPM-നെ കടന്നാക്രമിച്ചുകൊണ്ട് പറഞ്ഞത്. കോൺഗ്രസിന്റെ ഔദാര്യത്തിൽ തന്നെയാണ് CPM-ന് ഇപ്പോൾ ദേശീയ പാർട്ടി അംഗത്വം നിലനിർത്താൻ സാധിക്കുന്നത്. അതായത് തമിഴ്നാട്ടിലും മറ്റിടങ്ങളിലുമെല്ലാം കൂടി എണ്ണിപ്പെറുക്കി കിട്ടിയിരിക്കുന്ന ആ സീറ്റുകൾ തമിഴ്നാട്ടിൽ DMK-യുടെ സൂര്യനും കോൺഗ്രസിന്റെ കൈപ്പത്തിക്കും ഇടയിൽ വരച്ചു ചേർത്ത അരിവാൾ ചിറ്റിക നക്ഷത്രം, ഇതിന് ചില ആളുകൾ ഔദാര്യപൂർവ്വം എറിഞ്ഞു കൊടുത്ത വോട്ട് കൊണ്ടാണ് ഇപ്പോൾ CPM-ന്റെ ദേശീയ പദവി നിലനിർത്തി പോകുന്നത് എന്ന പരിഹാസ രൂപേണ തന്നെയാണ് BRM ഷമീർ CPM-നെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത്. ഇനി ഒരു കാരണവശാലും CPM-ന് കേരളത്തിൽ തിരിച്ചു വരവുണ്ടാകില്ല, അത് ബംഗാളിലെ CPM-ന്റെ അവസ്ഥയിലേക്ക് മാറുന്നു എന്ന് കൂടി പറയുമ്പോൾ അതിന് കൃത്യമായ കാരണങ്ങൾ BRM ഷഫീർ ഉയർത്തി കാണിക്കുന്നുണ്ട്. മകളുടെയും മറ്റു കങ്കാണികളുടെയും പിൻ സീറ്റ് ഡ്രൈവ് തന്നെയാണ് പിണറായി വിജയൻ എന്ന ഭരണാധികാരിയെ പാതാളത്തിലേക്ക് അധപ്പതിപ്പിച്ചത് എന്ന് തന്നെയാണ് BRM ഷഫീർ പറയുന്നത്. പിൻ സീറ്റ് ഡ്രൈവ് നടക്കുന്നു. പിണറായി വിജയന്റെ ഭരണത്തിൽ പിൻ സീറ്റ് ഡ്രൈവാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കുടുംബത്തെ കോടീശ്വരന്മാരാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ കുടുംബത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളെ കോടീശ്വരന്മാരാക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രക്രിയയായി മാറിയതോടുകൂടി കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി തന്നെ CPM എന്ന പാർട്ടിയും പിണറായി വിജയൻ എന്ന നേതാവും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് BRM ഷഫീർ തുറന്നടിച്ചത്. CPM-ൽ പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ CPM-ന്റെ പോഷക സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്ന മനു തോമസ് പോലുള്ള ആളുകളുടെ വെളിപ്പെടുത്തലും ഞെട്ടിക്കുന്നത് തന്നെയാണ്. സ്വർണം പൊട്ടിക്കൽ പോലുള്ള അഥവാ കൊട്ടേഷൻ പോലുള്ള
പരിപാടികളുമായി ബന്ധപ്പെട്ടാണ് CPM-ന്റെ സമുന്നതരായ നേതാക്കൾ പണമുണ്ടാക്കിയതെന്നും ഇപ്പോഴും അവ തുടർന്നു പോകുന്നു എന്നും പറയുമ്പോൾ കേരളത്തിലെ അരക്ഷിതാവസ്ഥയോർത്ത് താൻ ലജ്ജിക്കുന്നുവെന്നും പേടിക്കുന്നുവെന്നും കൂടി തന്നെയാണ് BRM ഷഫീർ പറയാതെ പറഞ്ഞു വെച്ചത്. എങ്ങനെയാണ് ഈ നേതാക്കന്മാർ ഇത്രയധികം കോടീശ്വരന്മാരായി മാറിയത്? എന്തായാലും ഇനി ഒരിക്കലും CPM-ന് കേരളത്തിൽ ഒരു തിരിച്ചുവരവുണ്ടാകില്ല. ബംഗാളിൽ ആ പാർട്ടിക്ക് എന്താണ് സംഭവിച്ചത് അത് തന്നെ സംഭവിക്കും എന്ന് CPM-ന്റെ സമുന്നതരായ നേതാക്കൾ പോലും എടുത്തു പറഞ്ഞിരിക്കുന്നു. അതായത് പ്രകാശ് കാരാട്ടിനെ പോലുള്ള ആളുകൾ പോലും അത്തരത്തിൽ പറയുമ്പോൾ പിന്നെ CPM-ന്റെ ഭാവി എന്താണ് എന്നുള്ളത് സാധാരണക്കാർക്ക് ആലോചിച്ച് നോക്കാവുന്നതേയുള്ളൂ. ഇനി ഒരിക്കലും CPM എന്ന ഈ പാർട്ടി കേരളത്തിൽ മുന്നോട്ട് വരാൻ സാധ്യത ഏതുമില്ല എന്നാണ് BRM ഷഫീർ അടിവരയിട്ട് പറയുന്നത്. ഒരു മാധ്യമത്തിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് BRM ഷഫീർ ഇത്തരത്തിൽ CPM-നെതിരെ പിണറായി വിജയനെതിരെ തുറന്നടിച്ചത്. ആ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ആകെ ഉണ്ടായത് 4 MP മാരാ, 2 തമിഴ്നാട്ടിലാ. DMK-യുടെ സൂര്യനും ഞങ്ങളുടെ കൈപ്പത്തിയും, അതിൻ്റെ ഇടയിൽ ഒരു കൊച്ചരിവാള്. ഞങ്ങൾ വോട്ട് കൊടുത്തിട്ടുണ്ട്, തിരിച്ചും കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിക്കണം, 4.25 ലക്ഷം വോട്ട് കിട്ടിയ സുഭാഷ് മഹാനിയെ മാറ്റിയിട്ടാണ് ഞങ്ങൾ അമ്രാറാമിന് അരിവാൾ വരച്ചു കൊടുക്കുന്നത്. ആ ഒന്നും തമിഴ്നാട്ടിലെ 2 കൂടി ചേർത്താണ്, ഇവിടുത്തെ 1 കൂടെ ചേർത്താണ് നിങ്ങൾക്കിപ്പോൾ ദേശീയ പദവി CPM-ന് നിലനിൽക്കുന്നത്. കോൺഗ്രസിൻ്റെ ഔദാര്യത്തിലാണ്. ബംഗാളിൽ നിങ്ങൾക്കറിയോ, ഞങ്ങളൊരു പാർട്ടിയുടെ വിലയിരുത്തലുണ്ട്. നിങ്ങളോടുള്ള ജനങ്ങളുടെ ഭീതിയും അമർഷവും വെറുപ്പും ഇതുവരെയും ബംഗാളിൽ മാറിയിട്ടില്ല സാർ. നിങ്ങളെ കൂടെ ആരും നിന്നിട്ട് രക്ഷയില്ല. കാരണം അത്രയേറെ ഇവിടെ വളരെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരികയാണല്ലോ. അടിമുടി CPM-ന്റെ വോട്ട് ബാങ്ക് ഒന്നാകെ ഒലിച്ച് BJP ആയി മാറുകയാണ്. അത് തിരിച്ചു വരുമെന്നാണോ? അടിമുടി തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് അവർ വിലയിരുത്തിയത്രേ, മേയർ ഉൾപ്പെടെയുള്ളവരുടെ അഹങ്കാരവും അഹന്തയും കൊണ്ട് ഈ കോർപ്പറേഷൻ കൂടി BJP കൊണ്ടുപോകുമെന്ന് അവർ വിലയിരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം എഴുതി വെച്ചോ, CPM എന്ന് പറയുന്ന പാർട്ടി അലിഞ്ഞലിഞ്ഞ് BJP ആയിട്ട് മാറുമ്പോൾ, BJP CPM-ന്റെ സ്പേസ് കടമെടുക്കുമ്പോൾ വളരെ മതേതരത്വ കേരളം വളരെ ജാഗ്രതയോടുകൂടി നീങ്ങേണ്ട സന്ദർഭം ഇതാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, പിണറായി വിജയനെ മാറ്റാതെ മകളുടെയും മരുമകൻ്റെയും അങ്ങനെയുള്ള ആളുകളുടെയും അനിയന്ത്രിതമായ പുറകിൽ നിന്നുള്ള ഇടപെടൽ മാറാതെ, അഭിനവ ചന്ദൻ ബസുമാരെ മാറ്റാതെ നിങ്ങൾ കേരളത്തിൽ ഇനി രക്ഷപ്പെടില്ല എന്നുള്ള ബോധ്യത. അതുകൊണ്ട് ഞാൻ ഷഫീറിനോട് ചോദിച്ചിരുന്നു, ചില നേതാക്കളുടെ പേരും പറഞ്ഞിരുന്നു, ഒരു തലമുറ മാറ്റം വന്നാൽ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ നിലവിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം പേറുന്ന MLA-മാർ ഇനി മത്സരിച്ചാൽ എല്ലാവരും തോറ്റിരിക്കും. ഇപ്പം നിലവിൽ MLA-മാരായിരിക്കുന്നവർക്ക് ഒരു ടേം കൂടി കൊടുത്തു നോക്ക്, സകല എണ്ണോ തോറ്റിരിക്കും. നിലവിൽ CPM-ന്റെ പിണറായി വിജയന്റെ ഭക്തിക്ക് വേണ്ടി ഇവിടെ നിയമസഭയ്ക്കകത്തും പുറത്തും ശബ്ദിച്ചവരാരോ തോറ്റിരിക്കും. പിണറായി വിജയനുമായിട്ട് അടുപ്പം പുലർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ന്യായീകരിച്ചവർ ആരോ തോറ്റിരിക്കും. ചാനലിൽ വന്നിരുന്ന് പിണറായി വിജയനെ ന്യായീകരിച്ചവർ, പിണറായി വിജയന്റെ അടിച്ചമർത്തനെ ന്യായീകരിച്ചവർ തോറ്റിരിക്കും. നിങ്ങൾക്കറിയോ, PSC-കാരനെയും സാധാരണക്കാരനെയും SC/ST-കാരൻ്റെയും വേദനകൾ കണ്ടിട്ട് ഒരു വാക്ക് പോലും തിരിച്ചുമിണ്ടാത്ത MLA-മാർ തോറ്റിരിക്കും. മാസപ്പടിയും അങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നിട്ട് AI ക്യാമറ അമ്മായിയപ്പന്മാർ കൊണ്ടുപോകുമ്പോൾ അല്ല സാർ അത് ചെയ്യല്ലേ എന്ന് പറയാൻ നട്ടലില്ലാത്ത സകലവരും അടുത്ത തെരഞ്ഞെടുപ്പിൽ തോറ്റിരിക്കും. കാരണം ജനങ്ങൾ വളരെ ജാഗരൂകരായിട്ട് കാണുന്നുണ്ട്. ദേ ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഞാനിപ്പോൾ എടുത്ത് നോക്കുമ്പോൾ യൂട്യൂബിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് 13K മുകളിലാണ്. 10,000-കണക്കിന് ആളുകൾ വീട്ടിൽ TV-യിലിരുന്ന് കാണുന്നുണ്ട്. ഈ കാണുന്നവർ, ഈ ചർച്ച കാണുന്നവർ, ഈ പത്രം വായിക്കുന്നവർ, മറ്റു മാധ്യമങ്ങളിലൂടെ കാണുന്നവരെല്ലാം ഈ ഗവൺമെന്റിന്റെ കൊള്ളയും കൊള്ളിവെപ്പും തിട്ടൂരവും ഒരു ഫാമിലി മാത്രം കോടീശ്വരരായിട്ട് മാറുന്നു. കേരളം മുഴുവൻ സാമ്പത്തികമായി തകരുന്നു. ആർക്കാണ് അല്ലെന്നാണ് നേരത്തെ ഉമേഷ് ബാബു സൂചിപ്പിച്ചത്. കണ്ണൂരിലൊക്കെ 50 വയസ്സൊക്കെയുള്ള നേതാക്കളൊക്കെ കോടീശ്വരന്മാരാവുകയാണെന്നാണ്. ഒപ്പം നിൽക്കുന്ന ആളുകളൊക്കെ സമ്പന്നരാവുകയാണ്. അല്ലെങ്കിൽ ആ ധാരയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മനു തോമസ് മാർക്കിന് രക്ഷയില്ലല്ലോ. അതിനകത്ത് ഇപ്പോഴത്തെ യുവജന കമ്മീഷൻ ചെയർമാനെ പോലെ സ്വർണം പൊട്ടിക്കലിന്റെ കമ്മീഷൻ പറ്റിയെന്ന് മനു തോമസ് ആരോപിച്ചവർക്കല്ലേ രക്ഷയുള്ളൂ. മനു തോമസിനെ പോലെ നേരത്തെ മേയറെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചതുണ്ടല്ലോ. ഒരു മേയർ മാത്രമല്ല, മേയർക്കൊപ്പം ഉണ്ടായിരുന്ന MLA മാത്രമല്ല, ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ തട്ടിക്കയറുന്നത് പോലെ തട്ടിക്കയറുകയും രോഷാകുലനാകുന്നത് പോലെ രോഷാകുലനാവുകയും അദ്ദേഹം സംസാരിക്കുന്നത് പോലെ സംസാരിക്കുകയും അതേപോലെ വാക്കുകൾ മുറിച്ചു പിടിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വിചാരിക്കുന്ന വലിയൊരു വിഭാഗം യുവജന നേതാക്കൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ട്. പിണറായിക്ക് പഠിക്കുക എന്ന് വിമർശകർ പറയും. എന്തായാലും അവരാണ് അടുത്ത തലമുറയെ നോക്കുമ്പോഴാണ് എന്താണ് ഇനി സംഭവിക്കാൻ പോവുകയെന്ന് ഹസ്കറൊക്കെ ആലോചിച്ച് നോക്കേണ്ടത്.